പ്രൈസ് ഫ്ലക്ച്വേഷൻ കൊണ്ട് ജ്വല്ലറി ഓണേഴ്സിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈ ബിസിനസ് കൊണ്ട് എന്താണ് പ്രോഫിറ്റ് ഉള്ളത്? ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ആ പർച്ചേസ് ചെയ്ത ബില്ലിൽ കണ്ടിട്ടുണ്ടാവും MC എന്ന് പറഞ്ഞ ഒരു ടാഗ്, അതായത് മേക്കിംഗ് ചാർജ്. ആ മേക്കിംഗ് ചാർജാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജ്വല്ലറിനെ റൺ ചെയ്യേണ്ട ഫ്യൂവൽ. ആ MC ആണ് ജ്വല്ലറിക്കാരുടെ ലാഭം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജ്വല്ലറിൻ്റെ MC കൊടുക്കുക, മേക്കിംഗ് ചാർജിൻ്റെ ഫീ കൊടുക്കുക, അത് മാനുഫാക്ചർ ചെയ്യേണ്ട സമയത്താണ്. അതായത് ജ്വല്ലറിക്കാർ പണിക്കൂലിയായിട്ട് 2%, 3% ഒക്കെയാണ് പണിക്കാർക്ക് ചാർജ് ചെയ്യുക, ലേബേഴ്സിന് കൊടുക്കുക. അതേ സാധനം ജ്വല്ലറിക്കാർ അത് കസ്റ്റമേഴ്സിന് ബില്ല് ചെയ്യുമ്പോൾ അത് 8% ചാർജ് ചെയ്യേണ്ടതുണ്ട്, 10% ചെയ്യേണ്ടതുണ്ട്, 25 ഉണ്ട്. പല മാതിരിയും ചാർജ് ചെയ്യേണ്ട ജ്വല്ലറിക്കാരുടെ അവരുടെ ബ്രാൻഡിങ്ങിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് ഫ്ലക്ച്വേഷനിൽ ഡയറക്റ്റായിട്ട് ജ്വല്ലറിക്ക് ഒരു ലാഭം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും പ്രൈസ് ഫ്ലക്ച്വേഷൻ കാരണത്താൽ ഈ മേക്കിംഗ് ചാർജ് പെർസെൻറ്റേജിലായതുകൊണ്ട് ചാർജ് ചെയ്യുന്നത് കാരണത്താൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പ്രൈസ് ഫ്ലക്ച്വേഷനിൽ ജ്വല്ലറിക്കാർക്ക് ഒരു ലാഭമുണ്ട് എന്നുള്ളതാണ് ഇതിലുള്ളൊരു സമ്മപ്പ്.